നമ്മുടെ ഭൂമിയുടെ 70% വെള്ളമാണ്. 3/4 വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്ലാനറ്റ് ആണെന്നിരിക്കെ ഇതിനെ ഭൂമി എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്ന് 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത സൈഫൈ റൈറ്ററായ ആർത്തർ സി ക്ലാർക്ക് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആളൊരു തമാശ പറഞ്ഞതാണ്. തമാശയ്ക്കപ്പുറം ഇതിലും വലുതായിട്ട് ചിന്തിക്കാനൊന്നുമില്ല. ഭൂമിയുടെ 3/4 വെള്ളം പുറത്തു നോക്കുമ്പോൾ മാത്രമാണ്. സമുദ്രത്തോട് ചേർന്നും സമുദ്രത്തിനടിയിലും മണ്ണും പാറയും ഇരുമ്പും ഒക്കെ തന്നെയല്ലേ. ആർത്തറിന്റെ പല കഥകളിലും സമുദ്രവും സമുദ്രത്തിനടിയിലുള്ള സിവിലൈസേഷൻസിനെ പറ്റിയും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഥകൾക്കപ്പുറം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺസെപ്റ്റാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. അതും 1945. അന്നത് വെറും ഒരു കൺസെപ്റ്റ് ആയിരുന്നെങ്കിലും ദശാബ്ദങ്ങൾക്കിപ്പുറം നമ്മളത് ചെയ്തെടുത്തു. ഇന്നത് റിയാലിറ്റിയാണ്. ക്ലാർക്കിന്റെ കഥകളുടെ ഡയറക്റ്റ് അഡാപ്റ്റേഷൻ അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പല കൺസെപ്റ്റുകളും കടമെടുത്തൊരുക്കിയിട്ടുള്ള ഒരു സിനിമയാണ് കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ ദ ലാസ്റ്റ് ഹൗസ്. സിനിമയുടെ ഒരു വൺ ലൈൻ നോക്കിയാൽ സാധാരണ പോലെ ഭൂമി ഉരുളുന്നു, പക്ഷികൾ പറക്കുന്നു, കുമിളുകൾ പൊട്ടുന്നു, ബോറിംഗ് ലൈഫ് ലീഡ് ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം കൂടുന്നു എന്ന മട്ടിൽ തന്നെ ഹ്യൂമാനിറ്റി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീടുകൾ പൂട്ടിപ്പോയി. അതായത് ഭൂമിയിലുള്ള സകല വീടുകളും ലോക്കായിപ്പോയി. ഒരൊറ്റ മനുഷ്യനും അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, വാതിൽ തുറക്കാൻ പറ്റുന്നില്ല, ജനൽ തുറക്കാൻ പറ്റുന്നില്ല. നിർബന്ധിത ക്വാറന്റൈൻ പോലെ മനുഷ്യർ അവരുടെ വീടിനുള്ളിൽ തന്നെ ട്രാപ്പായിപ്പോയ അവസ്ഥ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ കഥയാണ് ഈ സിനിമ. ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് കഥകൾ പറഞ്ഞു തരുന്ന ഞാനും നമ്മുടെ ഒരു സബ്സ്ക്രൈബറും ചേർന്നൊരു കഥ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ സെറ്റ് ഓഫ് ഓഡിയൻസിന് മൂവി എക്സ്പ്ലനേഷനിൽ നമ്മളിവിടെ കൂടുതലായിട്ട് ചെയ്യുന്ന തരത്തിലുള്ള മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച മായ ടീച്ചർ കഥ എഴുതിപ്പിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇപ്പോഴാണ് കഥ എഴുതുന്നത്. അതുകൊണ്ട് പോരായ്മകളുണ്ടാവും. സംഭവം ഒരു ഫീൽ ഗുഡിലാണ് തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് നിങ്ങൾ വായിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. പ്രതിലിപിയിലാണ് കഥ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ചാപ്റ്റേഴ്സും ഫ്രീ ആണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പേപ്പർ കോപ്പി അവൈലബിൾ ആകുമ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. സമയമനുസരിച്ച് ഒന്ന് വായിച്ച് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമല്ലോ. പ്രതിലിപിയിൽ കമന്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്കും മെസ്സേജ് അയച്ച് പറഞ്ഞാലും മതി. അപ്പോൾ നമ്മുടെ കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ കഥാനായകൻ മീൻ പിടിക്കുന്നത് കാണിച്ചിട്ടാണ് കഥ തുടങ്ങുന്നത്. നീണ്ട ശ്രമത്തിനൊടുവിൽ മീനെ കിട്ടിയെങ്കിലും കിട്ടിയത് ചെറിയ മീനെ ആയതുകൊണ്ട് ആൾക്ക് അതിനെ കൊല്ലാൻ മനസ്സ് വന്നില്ല, വിട്ടുകളഞ്ഞു. ജേസൺ എന്നാണ് പേര്. ഫിഷിങ് ആൾക്ക് ഇഷ്ടമുള്ളൊരു വിനോദമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് മീൻ പിടിക്കാറുണ്ട്. ഇന്നിപ്പോൾ കിട്ടിയ മീനെ വിട്ടുകളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാലാവസ്ഥ മാറി. അതിഭയങ്കരമായ മഴ വരുന്നു. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ആൾ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ റേഡിയോയിലും കാലാവസ്ഥ വളരെ മോശമാണ്, എല്ലാവരും കരുതിയിരിക്കണമെന്നുള്ള അറിയിപ്പ് കേൾക്കാം. ചെറിയൊരു വില്ലേജിലാണ് ജേസൺ ജീവിക്കുന്നത്. നെയ്ബേഴ്സ് കുറേ ആളുകളുണ്ടെങ്കിലും കണ്ടാൽ മിണ്ടും, നോക്കി ചിരിക്കും, അത്രയൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു സൗഹൃദമോ ബന്ധമോ ഒന്നും അവർ തമ്മിലില്ല. ചുറ്റുവട്ടത്തുള്ള പല ആളുകളുടെയും പേര് പോലും അറിയത്തില്ല, കണ്ടാൽ അറിയാമെന്ന് മാത്രം. ആള് വീട്ടിലെത്തിയപ്പോഴേക്കും മഴ ശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നു. വണ്ടി അകത്ത് കയറ്റാൻ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ടോ അതങ്ങോട്ട് ഓപ്പൺ ആവുന്നില്ല. വല്ല ടെക്നിക്കൽ ഗ്ലിച്ചുമായിരിക്കാം. മഴയായതുകൊണ്ട് ഇപ്പോൾ അതെന്താണെന്ന് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല. വണ്ടി പുറത്ത് തന്നെ ഇട്ടിട്ട് മെയിൽ ബോക്സിൽ നിന്ന് മെയിൽസും എടുത്ത് ആൾ നേരെ വീടിനകത്ത് കയറുവാണ്. ഇവിടെ മുതലാണ് സകലതും മാറി തുടങ്ങുന്നത്. സാധാരണ മഴയൊക്കെ പെയ്യുമ്പോൾ വീടിന് ചുമരിലൊക്കെ വെള്ളം വന്ന് തട്ടുന്നതൊക്കെ സ്വാഭാവികമാണ്, നോർമലാണ്. എന്നാൽ ഇവിടെ വീടിന് പുറത്തു വന്ന് തട്ടുന്ന വെള്ളം വീടിനകത്തേക്ക് കയറി പോകുന്നു. കീഹോളിലൂടെ വെള്ളം അകത്തേക്ക് കയറി പോകുന്നു നമുക്ക് കാണാം. ജെയ്സന്റെ കുടുംബം, ഭാര്യയും 2 മക്കളും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഡോഗ് കസീൻഡിയും ഉൾപ്പെടുന്നതാണ്. കസീൻഡിക്ക് പ്രായമായി, അതുകൊണ്ടൊക്കെ തന്നെ കൂടുതൽ സമയം ആൾ ഉറക്കമാണ്. ചെറുപ്പം മുതലേ ഇവരുടെ കൂടെയാണ്. പ്രായത്തിൻ്റെതാവണം, ഇപ്പം മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്നു. സാമ്പത്തികമായി നമ്മുടെ ജെയ്സൺ വലിയ സെറ്റപ്പ് ഒന്നുമല്ല. കുട്ടികൾ വളർന്നു വരുന്ന പ്രായമാണല്ലോ, പൈസയ്ക്ക് ആവശ്യമുണ്ട്. നേരത്തെ കല്യാണം കഴിച്ച് പെട്ടുപോയതാണ് എന്തോ. ആളുടെ പാഷനോ ഇഷ്ടങ്ങളോ ഒന്നും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും തൻ്റെ കുടുംബത്തെ അറിയിക്കുന്നില്ല. മാക്സിമം എഫേർട്ട് ഇട്ട് അവരെ ഹാപ്പി ആക്കി വെക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊരു പഴയ വീടുമാണ്. ചിമ്മിനിയിൽ ക്രാക്സ് ഒക്കെ ഉണ്ട്. പുതിയ വീട്ടിലേക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിലും പൈസ ഇല്ലാത്തത് കാരണം പറ്റുന്നില്ല. ഇനിയിപ്പോൾ സാധിക്കണമെങ്കിൽ വല്ല ലോട്ടറി അടിക്കണമെന്നൊക്കെ സൂചിപ്പിക്കുന്നത് കാണാം. ഇങ്ങനെയൊക്കെ ഒരുവിധപ്പെട്ട ആളുകൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇദ്ദേഹത്തിനുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയൊരു സപ്പോർട്ടാണ്. എല്ലാ ഉത്തരവാദിത്വവും നീ ഒറ്റയ്ക്കെടുത്ത് ചുമലി വെക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നത് കാണാം. കൂടാതെ ചിമ്മിനിയിലെ ക്രാക്കിനെ പറ്റി ഒരു വ്യക്തിയോട് സംസാരിച്ചിരുന്നു. ആള് പറയുന്നത് ഇവരുടെ വീട് മുഴുവൻ സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, താണുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഫൗണ്ടേഷനും ബലമില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമല്ലോ, അത് നോർമലാണല്ലോ. ഇതിപ്പോൾ ഒരു ക്രിസ്മസ് ടൈമാണ്. ട്രീ വാങ്ങാമെന്ന് ഇദ്ദേഹം കുട്ടികളോട് പ്രോമിസ് ചെയ്തിരുന്നു. പിള്ളേര് ബഹളം വെച്ചപ്പോൾ മഴയാണെങ്കിലും കുഴപ്പമില്ല, ഇപ്പം തന്നെ പോയി ട്രീ വാങ്ങാമെന്ന് പറഞ്ഞ് എല്ലാവരും റെഡിയായി വന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഓപ്പൺ ആവുന്നില്ല. ബാക്ക് ഡോറിലും സെയിം അവസ്ഥ തന്നെ. കാർ പോർച്ചിന്റെ അവിടുത്തെ ഡോർ തുറക്കാൻ നോക്കിയപ്പോൾ അതും ഓപ്പൺ ആവുന്നില്ല. ഇത് തുറക്കാൻ പറ്റാത്തത് കൊണ്ട് ആൾ വണ്ടി പുറത്തിട്ടിരുന്നല്ലോ. ഇതിനകത്തും ഒരു കാറുണ്ട്. ഇതിപ്പോൾ ഈ വണ്ടി പുറത്തിറക്കണമെങ്കിലും പുറത്ത് കിടക്കുന്ന വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിലും വാതിൽ തുറക്കണമല്ലോ. എത്ര ബലം പ്രയോഗിച്ചിട്ടും വാതിലൊന്നും അനങ്ങുന്നു പോലുമില്ല. എങ്ങനെയൊക്കെ നോക്കിയിട്ടും വാതിലും ജനാലയും ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ ഒരു ലോക്കായി. പുറത്തേക്ക് കോൺടാക്ട് ചെയ്യാന്ന് വെച്ചാൽ വൈഫൈ കണക്ട് ആവുന്നില്ല, സെൽ നെറ്റ്വർക്കും വർക്ക് ആവുന്നില്ല. വാതിൽ ചവിട്ടി പൊളിക്കാൻ ശ്രമിച്ചു, പക്ഷെ ചവിട്ടിയ ഡബിൾ സ്പീഡിലാണ് ആൾ തെറിച്ച് വീണത്. പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി ആൾ കമ്പിയെടുത്ത് ജനാലയെ അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ണാടി ചില്ലിൽ വിള്ളലൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഉദ്ദേശിച്ച പോലെ അതങ്ങോട്ട് പൊട്ടി മാറിയില്ല. ജേസൺ അവിടുന്ന് മാറിപ്പോയതും ജനാലയിലുണ്ടായ വിള്ളലുകളിലൊക്കെ മഴവെള്ളം വന്ന് അടയുന്നതും കാണാം. ജേസൺ
ജേസൺ വീണ്ടും മറ്റൊരു ജനല അടിച്ചു പൊട്ടിക്കാനായിട്ട് ചെല്ലുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ലൈറ്റ് അടിച്ച് കാണിക്കും. സംഭവം അദ്ദേഹത്തിനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, ഈ നെയ്ബർഹുഡിലുള്ള ഒരു മനുഷ്യനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എല്ലാവരും ലോക്കായി. ഇതിപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പുള്ളിക്കാരി അതുവഴി ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഇവരുടെ അയൽവാസിയാണ്, രാവിലെ ഓടാൻ പോയതാണ്. പുള്ളിക്കാരി വീട്ടിലില്ലാത്ത സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവൾ മാത്രം ട്രാപ്പായില്ല. തിരിച്ചു വന്നപ്പോൾ തന്റെ ഹസ്ബൻഡ് ഗ്രെഗ് ഉൾപ്പെടെ ട്രാപ്പായി കിടക്കുന്നതാണ് അവൾ കാണുന്നത്. പേടിച്ചു പോയി പാവം സൂസൻ. അവൾ ഒരുത്തിയെങ്കിലും പുറത്തുള്ളത് നന്നായി. ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്ന് ആരെങ്കിലും അറിയിക്കാൻ പറ്റുമല്ലോ, ഹെൽപ്പ് ചോദിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ ഹീറോയും കുടുംബവും മറ്റുള്ളവരുമൊക്കെ സൂസൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇതെല്ലാം കാരണം കുട്ടികൾ പേടിച്ചിരിക്കുന്നത് കണ്ട് ജേസണും അദ്ദേഹത്തിന്റെ ഭാര്യ ആനും ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, സില്ലി മാറ്ററാണ്, പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും, സൂസൻ ഹെൽപ്പ് ചോദിച്ചു പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുട്ടികളെ സമാധാനിപ്പിക്കുകയാണ്. അയൽപക്കത്തെ വീടുകളിൽ ഇന്ന് മറ്റാളുകളും പാനിക്കായി നോക്കുന്നതൊക്കെ ഇവർ കാണുന്നുണ്ട്. ഇവരുടെ ഒന്നും പേരുകൾ നമ്മുടെ ഹീറോയ്ക്ക് അറിയത്തില്ല കേട്ടോ. ഓരോരുത്തർക്കും ഇവന്റേതായിട്ടുള്ള രീതിയിൽ പേര് വെച്ചിട്ടുണ്ട്. ബൈക്കുള്ള ബൈക്ക് ബോയ്, മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുന്ന ശല്യക്കാരൻ, ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും ഒക്കെ കയറി സംസാരിക്കുന്ന ഒരു വായാടി പെണ്ണുപിള്ള. ഇങ്ങനെ ഇവരുടെ ഒന്നും ശരിക്കുള്ള പേര് അറിയത്തില്ല. ഇവനായിട്ട് ഇങ്ങനെ വായി തോന്നുന്നത് വിളിക്കും. ഇന്നേരം ഇവരുടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് അവർ ജനാല വഴി ഇത് ജസ്റ്റ് ഒരു 1 നൈറ്റ് സ്റ്റാൻഡ് ആണ് എന്നുള്ള രീതിയിൽ തമാശ രൂപേണ എഴുതി കാണിക്കും. ഉടനെ ഇദ്ദേഹത്തിന്റെ മകള് എന്താ അച്ഛാ 1 നൈറ്റ് സ്റ്റാൻഡ് എന്ന്? അത് പിന്നെ മോളെ മുതിർന്ന ആളുകളുടെ സ്ലീപ്പ് ഓവർ ആണ്. ഓ, അപ്പോൾ ഒരു സാധാ സ്ലീപ്പ് ഓവറും മുതിർന്ന ആളുകളുടെ സ്ലീപ്പ് ഓവറും തമ്മിൽ എന്താ വ്യത്യാസം? കൊച്ചിന് 8 വയസ്സായി, പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമായെന്ന് കരുതി ഇദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ഉടനെ ഇദ്ദേഹത്തിന്റെ ഭാര്യ അത് പിന്നെ മോളെ അവർ മുതിർന്ന ആളുകളാണല്ലോ, അതുകൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ ക്യാൻഡീസ് തിന്നാം, അത്രേ ഉള്ളൂ വ്യത്യാസം. ദെൻ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡുകളിൽ എഴുതി കാണിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ഒരു പ്രശ്നം എന്ത് കാരണത്താലാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പലരും ഏലിയൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ നമ്മുടെ ഹീറോ ജേസൺ ഇത് നമ്മുടെ ഈ ഒരു സിറ്റി മാത്രമേ ഉള്ളോ അതോ മറ്റെവിടെയെങ്കിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള അപ്പൂപ്പൻ എഴുതി കാണിക്കുന്നതോ ഒരുപക്ഷെ മുഴുവൻ ലോകവും ഇങ്ങനെ ആയിട്ടുണ്ടാവാം എന്നാണ്. ശേഷം ഫുഡൊക്കെ കഴിച്ച് ഇവരെല്ലാം കിടന്നുറങ്ങുന്ന സമയം ഹീറോയുടെ മകൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മഴയാണ്, മഴ തുടങ്ങിയത് മുതലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് എന്ന്. കൊച്ചു പറയുന്നത് ഉള്ളതാണെങ്കിലും അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം മഴ കാരണം ഇതുവരെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സാധ്യത പോലും കൽപ്പിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ പോയിന്റ് ഇല്ലല്ലോ. ദെൻ ജേസന്റെ ഭാര്യ ആനിന് നല്ല പേടിയുണ്ടെന്ന് പറയുമ്പോൾ പുള്ളിക്കാരിയെ ആശ്വസിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള തോക്കെടുത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കും. ജേസൺ എന്ത് ചെയ്ത് തോക്കൊക്കെ? ഇത് നീ എപ്പോഴാ വാങ്ങിയേ? എന്ത് പറയാഞ്ഞേ? ആൻ നീ സമാധാനപ്പെടും, ഞാൻ പറയാം. എനിക്ക് കുറച്ച് നാളായിട്ടൊരുമാതിരി വിയേർഡായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ വീട് സേഫ് അല്ല, ആരോ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള തോന്നൽ കാരണം അങ്ങനെ ഞാൻ വാങ്ങിയതാ. ഇദ്ദേഹത്തിന്റെ ഈ മറുപടി അവൾക്ക് അത്ര സാറ്റിസ്ഫൈങ് അല്ലെങ്കിലും സംഹൗ ഒരു വലിയ പ്രശ്നം തങ്ങളെ നേരിടാൻ പോകുന്നുവെന്ന് അദ്ദേഹം എങ്ങനെയോ മനസ്സിലാക്കിയിരുന്നു. ശേഷം പുറത്തെ മഴയൊക്കെ നോക്കി കാർ കീയിൽ പ്രസ് ചെയ്ത് അങ്ങനെ നിന്നപ്പോൾ പുറത്ത് കിടന്ന ഇദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ഡിക്കി ഓപ്പണായി. പണിയായല്ലോ, അത് അടയ്ക്കാൻ വേണ്ടി പുറത്തിറങ്ങാൻ പല വഴി ശ്രമിക്കുന്നുണ്ട്. ഡ്രില്ല് ചെയ്ത് നോക്കുന്നുണ്ട്, ഭിത്തി അടിച്ചു പൊളിച്ച് നോക്കുന്നുണ്ട്, തറ കുഴിക്കാൻ വരെ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും വെള്ളം ഇദ്ദേഹത്തെ തടയുവാണ്. മണ്ണിനടി കൂടെ പോലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയായി. ഈ വലിയ പ്രശ്നങ്ങൾക്ക് കാരണം എന്തായാലും മനുഷ്യനല്ല, അമാനുഷികമായ മറ്റെന്തോ ആണ് ഇവരെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ് തന്റെ ഭാര്യയോട് പറയുമ്പോൾ ഒരു കാരണവശാലും ഇക്കാര്യങ്ങളൊന്നും കുട്ടികൾ അറിയരുതെന്നാണ് അവൾ പറയുന്നത്. ശേഷം അടുത്ത ദിവസം കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ല. കുട്ടികൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ശ്രമിച്ചിരുന്നു. രണ്ടാളിപ്പോൾ അടങ്ങി ഒതുങ്ങി ബഹളം ഉണ്ടാക്കാതിരിക്കുന്നത് കണ്ടിട്ട് ആഹാ രണ്ടാളും ശാന്തരാണല്ലോ, എന്തേ ബഹളം ഒന്നും ഉണ്ടാക്കണ്ടേ? അത് പിന്നെ ഈ പ്രശ്നത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങളല്ലേ പേരൻസ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ? സോ നമ്മുടെ ജേസൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യാതിട്ടിരുന്ന ആറ്റിക്കിൽ കിടന്ന പഴയ DVD പ്ലെയറും അതിന്റെ CD-കളും മൂവി CD-കളൊക്കെ കുട്ടികൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും. പഴയ മ്യൂസിക് ഒന്നും ഇവർ അത്രയ്ക്ക് അങ്ങോട്ട് കൺസ്യൂം ചെയ്തിട്ടില്ലല്ലോ. ദെൻ ഇപ്പൊ ഇവർ ഫേസ് ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ആഞ്ഞു പിടിച്ചാൽ അടുത്ത 2 മാസത്തേക്കുള്ള ഫുഡ് ഇവർക്കുണ്ടാവും. ഈ പ്രശ്നം എന്ന് ശരിയാകുമെന്ന് അറിയത്തില്ല. വെള്ളം ഭക്ഷണം എല്ലാം റേഷൻ പോലെ ചെലവാക്കണം, കൺട്രോൾഡ് ആയിരിക്കണം, ഓവർ യൂസ് ചെയ്യല്, ഫുഡിനകത്ത് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അവിടെ മാറ്റിക്കളഞ്ഞിട്ട് ബാക്കിയുള്ളത് യൂസ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ വരേക്കും കറണ്ട് ഉണ്ട്, വെള്ളമുണ്ട്, ഗ്യാസ് ഉണ്ട്. ഇതൊക്കെ എത്ര നാൾ ഇതുപോലെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം മുതലേ പ്രിപ്പയർ ആയിരിക്കണം. കുട്ടികൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ദിവസങ്ങൾ പോകുന്നു. 4 ദിവസമായി ഇതുവരെയും ആർക്കും വീടിന് പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. 1-ാം ദിവസം സഹായം ചോദിച്ചു പോയ ഗ്രെഗിന്റെ ഭാര്യ സൂസൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഈ ഒരു സിറ്റുവേഷനിൽ കുട്ടികൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് പേരൻസ് ആണല്ലോ. ഇപ്പൊ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ആവശ്യത്തിലധികം സമയം ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. മീൻ വെട്ടുന്നത് എങ്ങനെ, ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നു. ആനാവട്ടെ വീട്ടിൽ ഇപ്പൊ ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികളിൽ നിന്നും വിത്തും മറ്റുമൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. സാഹചര്യം ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് ഇത് ആവശ്യം വരും. ഒരുപക്ഷെ വീടിനുള്ളിൽ കൃഷി തുടങ്ങേണ്ടി വന്നേക്കാം. ആൻഡ് നമ്മുടെ ഹീറോ അദ്ദേഹത്തിന്റെ അയൽവക്കത്തുള്ള ആ ഒരു അപ്പൂപ്പനോട് ഈ ഒരു പ്രശ്നം എത്ര ദൂരം പോയിട്ടുണ്ട്, എത്ര ദൂരം പരന്നിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആള് അപ്പുറത്തെ വീട്ടുകാരോട് ചോദിച്ചു. അങ്ങനെ അടുത്തടുത്ത വീടുകളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് ഏതാണ്ട് ഇവിടുന്ന് ഒരു 5 ബ്ലോക്ക് വരെ ഇതേ അവസ്ഥ തന്നെയാണ്. ആർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് തിരിച്ചറിയിക്കുന്നത്. ഇദ്ദേഹം ആ
ആദ്യം ചോദിച്ച പോലെ ഒരുപക്ഷെ ലോകം മുഴുവൻ ഇതേ അവസ്ഥ തന്നെ ആയിരിക്കാം. ഒരാഴ്ച കഴിഞ്ഞു പോയി, ഇപ്പോഴും യാതൊരു മാറ്റവും ഇല്ല. പല ആളുകളും കഴിഞ്ഞ ഒരാഴ്ചയായി ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കണ്ടിന്യൂസ് ശ്രമിക്കുന്നുണ്ട്. അടിച്ചും പൊളിച്ചും അവരാൽ പറ്റും വിധം ഒരു വീടിനകത്ത് നിന്ന് ശ്രമിക്കാൻ പറ്റുന്നതൊക്കെ ശ്രമിച്ചിട്ടും ആർക്കും തന്നെ ഇതുവരെ പുറത്തിറങ്ങാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹീറോയ്ക്ക് അവന്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള പല ആളുകളുടെയും പേര് പോലും അറിയത്തില്ലായിരുന്നു. അവരുമായിട്ടൊരു കണക്ഷൻ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ആയി എല്ലാവരും ഇങ്ങനെ ട്രാപ്പായി കിടക്കുന്ന അവസ്ഥയിൽ ഇവൻ അടുത്ത വീട്ടിലെ അപ്പൂപ്പനെ പരിചയപ്പെടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡുകളിൽ എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് മാക്സ്. ആളൊരു ഡെന്റിസ്റ്റ് ആണ്. നമ്മുടെ ജേസനെ പറ്റി ചോദിച്ചപ്പോൾ ഇവനൊരു എഞ്ചിനീയർ ആണ്, ഇപ്പൊ ജോലിയില്ല. കഴിക്കാൻ ആവശ്യമായ ഫുഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ജേസന്റെ വീട്ടിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 2 മാസത്തോളം സർവൈവ് ചെയ്യാനുള്ള ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്ത് അവരുടെ പക്കൽ ഫുഡില്ല എന്നാണ് അവർ തിരിച്ചു പറയുന്നത്. പ്രായമായ മാക്സും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് അവിടെ ഉള്ളത്. ഫുഡില്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയും ഇതേ അവസ്ഥ തുടർന്നാൽ പട്ടിണി കിടന്ന് മരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. വീണ്ടും ഒരാഴ്ച കൂടി കഴിഞ്ഞു പോകുന്നു. ഇപ്പോഴും അവസ്ഥയ്ക്ക് മാറ്റമില്ല. വീടിനുള്ളിൽ തന്നെ 2 ആഴ്ച ഇങ്ങനെ ട്രാപ്പായി കിടക്കുവാണെങ്കിലും ജേസണും കുടുംബവും കിട്ടുന്ന സമയമൊക്കെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കൊള്ളാം, ഒരുപക്ഷെ എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത്രയും മോശമായ അവസ്ഥയിൽ എങ്ങനെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് നിൽക്കാൻ പറ്റുന്നു എന്ന് സംശയം തോന്നാം. ഇപ്പൊ ഇവരുടെ മുന്നിൽ വലിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ അതിനെപ്പറ്റി വറി ചെയ്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. തങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല. ഉള്ള സമയം ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ആഴ്ചകൾ കഴിഞ്ഞു പോയി. 1 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. ഒരു ദിവസം ജേസന്റെ മകൾ ജനാലയിലൂടെ ആ പുറത്ത് മഴയത്ത് ഒരു രൂപം നിൽക്കുന്നത് കണ്ടു. കൊച്ച് അത് അവളുടെ ബ്രദറിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ചെക്കൻ ക്ലിയർ ആയിട്ട് കണ്ടില്ല. അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നുമില്ല. മനുഷ്യനാണോ മൃഗമാണോ എന്നറിയാത്ത ഒരു വല്ലാത്ത രൂപം, ഈ ഏലിയൻസിന്റെ ഒക്കെ കൂട്ട്. ഇക്കാര്യം പേരൻസിനോട് പറയുന്നുണ്ടെങ്കിലും ഇവരും അത് വലിയ കാര്യമാക്കുന്നില്ല. ഇപ്പൊ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണല്ലോ. പരമാവധി കൺട്രോൾ ചെയ്ത് ഫുഡ് കഴിക്കുക. അതും വേണമെന്ന് വാശി പിടിക്കരുത്. മുന്നോട്ടും ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് എങ്കിലും ഫാം ചെയ്യണം. വീടിനകത്ത് തന്നെ അതിനുള്ളൊരു സെറ്റപ്പ് ഒക്കെ അവർ റെഡിയാക്കി എടുത്തു. ഇപ്പോൾ വന്ന് ആകാശം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാം. കാരണം ഇപ്പം ലൈറ്റ് പൊല്യൂഷൻ കുറവാണ്, എയർ പൊല്യൂഷൻ കുറവാണ്. ഈ ഒരു പ്രശ്നം ലോകം മൊത്തം അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. മനുഷ്യൻ പുറത്തിറങ്ങാത്തതോടെ പ്രകൃതി പതിയെ ഹീലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലിറങ്ങി തുടങ്ങി. നാട് തന്നെ കാട് പോലെ ആവുകയാണ്. ഈ പ്രശ്നത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ ഇവർക്കുണ്ടായിരുന്ന ആശങ്ക ഇവരെയും വിട്ടുപോയിരിക്കുന്നു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവരിപ്പോൾ ഇതിനോടൊക്കെ യൂസ്ഡായി അവരായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ ചെറിയ സന്തോഷങ്ങളിൽ തൃപ്തിപ്പെട്ട് അങ്ങനെയും മുന്നോട്ട് പോകുന്നു. പോകെ പേടിയൊക്കെ കുറഞ്ഞു. ഇനിയും മുന്നോട്ട് എങ്ങനെ ജീവിക്കാം, എങ്ങനെ സർവൈവ് ചെയ്യാം, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നായി ചിന്ത. ഇതിനിടെ ഇവരുടെ വീടിനപ്പുറത്തെ വീട്ടിലെ ആ സ്ത്രീ മാക്സിന്റെ ഭാര്യ വീണു പോകുന്നത് ഇവർ കാണുന്നുണ്ട്. എത്രയോ നാൾ മുമ്പേ അവരുടെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടാവണം. എന്നിട്ടും ഇത്രയും നാൾ അവർ പിടിച്ചു നിന്നു. എന്നാൽ ഇനിയും മുന്നോട്ട് സർവൈവ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന അവസ്ഥ. അന്ന് രാത്രി ജേസന്റെ മകള് എന്തോ ഒരു ശബ്ദം കേട്ട് ജനാലയുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീ ഓടി വന്ന് ജനാലയിൽ ഒരൊറ്റയിടി. അവരുടെ കയ്യിൽ കത്തിയൊക്കെ ഉണ്ട്. കൊച്ചു പേടിച്ച് അലറി വിളിച്ച് ജേസണും ആനും ഒക്കെ ഓടി വന്ന് നോക്കുമ്പോൾ അത് സൂസനാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വീടിനകത്തല്ലാതിരുന്ന ജോയിങ്ങിന് പോയിരുന്നൊരു പുള്ളിക്കാരിയില്ലേ, അവരിപ്പോൾ പേടിച്ച് കുറച്ച് ഓടി വന്ന് ഇവരുടെ വാതിലൊക്കെ തട്ടി പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യ്, എന്നെ അത് ചേസ് ചെയ്യുമെന്നൊക്കെ പറയാണ്. അവളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. വാതിൽ തുറക്കാൻ പറ്റത്തില്ലല്ലോ. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഒരു വിചിത്ര ജീവി വന്ന് സൂസനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവരെല്ലാവരും ഒരുമാതിരി അങ്ങ് ഇതിപ്പോൾ എവിടുന്ന് വന്നു, എന്ത് തരത്തിലുള്ള ജീവികളാണ്, ഏലിയൻസ് ആണോ മോൺസ്റ്റേഴ്സ് ആണോ ഏതാ സംഭവം എന്നറിയില്ല. കുട്ടികളാകെ പേടിച്ചിരിക്കുകയാണ്. ജേസന്റെ മകൾ ഇതിനു മുമ്പും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് മഴയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം, പുറത്ത് ഒരു പ്രത്യേക ജീവിയെ കണ്ടിരുന്നു എന്നൊക്കെ. അവൾ കണ്ട രൂപത്തെ പറ്റി അവൾ വരച്ചു വെച്ചതൊക്കെ ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത് ഇതാണ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ടെങ്കിലും കുട്ടികളെ പേടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാവണം. അങ്ങനെ ഒന്നുമില്ല, മോള് ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. ഇനി അങ്ങോട്ട് മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ജനാലകളൊക്കെ പ്രോപ്പറായിട്ട് കവർ ചെയ്തിരിക്കണം, കർട്ടൻസ് യൂസ് ചെയ്ത് കവർ ചെയ്തിരിക്കണം. ഒരു കാരണവശാലും മഴയുള്ള സമയത്ത് പുറത്തേക്ക് നോക്കരുതെന്നും പറഞ്ഞു. വീണ്ടും ദിവസങ്ങൾ പോകുന്നു. അങ്ങനെ ഇരിക്കും ഒരിക്കൽ ഇവരുടെ വീട്ടിലെ ചിമ്മിനിയുടെ മുകൾ ഭാഗം അടർന്ന് താഴെ വീണു. ഇപ്പൊ നാളുകളായി വാതിലും ജനാലയും ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ചിമ്മിനി വഴി ഇവർക്ക് ഒരു ഓപ്പണിംഗ് കിട്ടി. ഇതുവഴി എന്തായാലും ഇവർക്കെല്ലാം പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. എന്നാലും ജേസന്റെ മകൾ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് താനാണല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അതിന് വില്ലിംഗ് ആയിട്ട് മുന്നോട്ട് വന്നതോടെ ജേസനും തലയാട്ടി. അങ്ങനെ അവരവളെ തുണിയിൽ കെട്ടി മുകളിലേക്ക് കണക്ട് ചെയ്ത് ചിമ്മിനി വഴി വലിച്ച് മുകളിലേക്ക് എത്തിച്ചു. കൊച്ചിന് അവളുടെ കൈ പുറത്തേക്ക് ഇടാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പൊട്ടി വീണ ഭാഗം അത്രയും ചെറുതായതുകൊണ്ട് കൊച്ചിന് പോലും അതുവഴി പുറത്തിറങ്ങാൻ സാധിക്കത്തില്ല. ഇന്നേരമാണ് ഇവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവരുടെ പെറ്റ് ഡോഗ് ക്യാസ് ഉണ്ടല്ലോ, അത് വീണുപോയി. അതിന് പ്രായമായിരുന്നു, മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞല്ലോ. മെഡിസിൻ തീർന്നതോടെ അതിനൊട്ടും വയ്യാതെയായി. ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടന്നാൽ എന്തായാലും അധികം താമസിയാതെ ഡോഗ് മരിച്ചു പോകും. വേദന അനുഭവിച്ചു മരിക്കും. അതിനിട വരുത്താതെ വേദന അനുഭവിപ്പിക്കാതെ ഇവരായിട്ട് തന്നെ ഒരു മേഴ്സി കാണിച്ചേക്കാമെന്ന് തീരുമാനിക്കുവാണ്. കുട്ടികളെയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ജേസൺ തോക്കെടുത്തുകൊണ്ട് വന്ന് ക്യാസിനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. ഇനി ബോഡി എന്ത് ചെയ്യും? ഇവർക്കിപ്പോൾ പ്രധാനമായും 2 ഓപ്ഷനാണുള്ളത്. പുറത്ത് കൊണ്ട് കളയാൻ പറ്റാത്തത് കൊണ്ട് ആ ചിമ്മിനിയിൽ വല്ലതും കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞേക്കാം. അല്ലെങ്കിൽ ഫ്രീസർ കാലിയാണ്, ഇവർക്കും സർവൈവ് ചെയ്യണം, വെട്ടിക്കണ്ടിച്ച് അതിനെ കഴിക്കാം. ആദ്യ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇവർ. ഈ ദുരവസ്ഥയിൽ കുട്ടികളുടെ കാര്യം ഓർത്തിട്ടെങ്കിലും തങ്ങളേറെ സ്നേഹിച്ചിരുന്ന ഡോഗിനെ കഴിക്കാൻ എടുത്തേ പറ്റുള്ളൂ. ജേസൺ പറയുന്നതൊക്കെ കേട്ട് നിൽക്കാൻ പോലും പറ്റാതായ ആനാവട്ടെ നിങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് അവിടുന്ന് മാറി
മാറിപ്പോയി. അവനാവട്ടെ ക്യാസിനെ വെട്ടിക്കണ്ടിച്ച് പീസാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു. ഇവരുടെ വീടിന് പുറത്ത് ഒരു ചെന്നായ വന്ന് നോക്കി നിൽക്കുന്നത് കണ്ട് അതിന് കഴിക്കാൻ വേണ്ടി പോലും ഇദ്ദേഹം ഒരു പീസ് എടുത്ത് പുറത്തിട്ട് കൊടുക്കുന്നുണ്ട്. ചിമ്മിനി വഴി മുകളിലെത്തിച്ച് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഓട് വഴി നേരെ താഴെ വന്ന് വീഴും. എന്നാൽ അത് വന്ന് മീറ്റ് കഴിക്കുന്നതിന് മുന്നേ തന്നെ മഴ തുടങ്ങി. ഉടനെ അതങ്ങ് ഓടി മാറിപ്പോയി. നമ്മുടെ ജേസൺ ആ ഗ്ലാസ് വിൻഡോയിലേക്ക് കൈ അങ്ങനെ ചേർത്ത് വെച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ദേ പുറത്ത് ഗ്ലാസ്സിൽ വന്നടിക്കുന്ന വെള്ളത്തുള്ളികളിൽ കുറച്ച് ഇവന്റെ കൈ വെച്ച ഭാഗത്തേക്ക് ഇങ്ങനെ അലൈനാവുന്നത് കാണാം. ആ മഴയ്ക്ക് പോലും ആ വെള്ളത്തിന് പോലും ഇവരുടെ പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ പോകെ ഒരു ദിവസം മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർ വീടിന്റെ കർട്ടനൊക്കെ ഇട്ടു. എന്നാൽ ജേസന്റെ മകള് ജനലിന്റെ അടുത്ത് വെച്ചിരുന്ന ചെടി എടുക്കാൻ വേണ്ടി കുട്ടി ഓടിച്ചെന്നതും കർട്ടൻ മാറിയ ഗ്യാപ്പിൽ പുറത്തുണ്ടായിരുന്ന ഒരു മോൺസ്റ്റർ ഇത് ശ്രദ്ധിച്ച് ഇവരുടെ വീട്ടിലേക്ക് ആഞ്ഞടിക്കുന്നുണ്ട്. എല്ലാവരും പേടിച്ചു പോയി. വലിയൊരു ക്രീച്ചറാണത്. വീടിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ക്രീച്ചർ മാറിപ്പോകുന്നത് വരെ കുട്ടി അവിടെ അനങ്ങാതെ നിന്നു. വീടിനകത്ത് മൂവ്മെന്റ് ഒന്നും ഇല്ലെന്ന് കണ്ടിട്ടാവണം അത് അവിടെ നിന്ന് മാറിപ്പോയി. ഇപ്പൊ 3 മാസമായി ഇവർ വീടിനുള്ളിൽ തന്നെയാണ്. ഇവരുടെ അയൽവക്കത്തെ വീടുകളിലുള്ള ആരെങ്കിലും ഒക്കെ ജീവനോടെ ഉണ്ടെങ്കിൽ ഭാഗ്യമെന്ന് പറയാം. ഇക്കഴിഞ്ഞ നാളുകളൊക്കെ ജേസൺ പറയുന്നത് കേട്ട് കുടുംബമായി ഒന്നിച്ചു നിന്നതുകൊണ്ട് അന്ന് മുതലേ പ്രിപ്പയർ ആയതുകൊണ്ട് ഇവർക്ക് ഇവിടെ വരെ സർവൈവ് ചെയ്തെത്താൻ പറ്റി. എന്നാൽ ഇനി മുന്നോട്ട് എന്ത് എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. ആഹാരം തീർന്നു തുടങ്ങി. പച്ചക്കറികൾ ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. മറ്റുള്ളവരുടെ അതേ അവസ്ഥ തന്നെയാവും തങ്ങൾക്കും. ഇതിനുള്ളിൽ കിടന്ന് ഒന്നിൽ തമ്മിലടിച്ച് മരിക്കും, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കും എന്നൊക്കെയുള്ളൊരു സാഹചര്യമായപ്പോഴാണ് നമ്മുടെ ഹീറോ പുറത്തുള്ള മൃഗങ്ങളെ ട്രാപ്പ് വെച്ച് പിടിക്കാമെന്ന് ചിന്തിക്കുന്നത്. ആള് വളരെ ബുദ്ധിപരമായി ഒരു ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് ചിമ്മിനി വഴി പുറത്തിട്ട് പുറത്തു വരുന്ന മൃഗങ്ങളെ പിടിക്കാൻ ശ്രമിക്കുന്നു. ആദ്യ കുറച്ച് ശ്രമങ്ങൾ പാളിയെങ്കിലും പോരായ്മകൾ പരിഹരിച്ച് പിന്നെയും ബെറ്റർ ട്രാപ്പുകൾ സെറ്റ് ചെയ്ത് ശ്രമിച്ചപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ ആ ഒരു ചിമ്മിനിയിലൂടെ കയറി വരുന്ന സൈസിലുള്ള മൃഗങ്ങളെയൊക്കെ ഇവർക്ക് ട്രാപ്പിലാക്കാൻ സാധിച്ചു. സർവൈവ് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന മനുഷ്യനെ ഇവിടെ കാണാം. അത് മറ്റ് സ്പീഷീസുകളെ കൊന്നിട്ടാണെങ്കിലും തന്റെ നിലനിൽപ്പ് മാത്രമാണ് അവന്റെ ലക്ഷ്യം. കുറച്ചു മുമ്പ് മറ്റു മൃഗങ്ങൾക്ക് അങ്ങോട്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ ജേസൺ ആണ് ഇത് ചെയ്യുന്നതെന്നും ആലോചിക്കണം. ഇവരിങ്ങനെ തുടർച്ചയായി മൃഗങ്ങളെ വേട്ടയാടുന്നു. ഒരു സൈഡിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ആൻ വീടിനുള്ളിൽ കൃഷി ചെയ്ത് അങ്ങനെയും വിളവെടുക്കുന്നുണ്ട്. എന്നാലും മൃഗങ്ങളെ വേട്ടയാടുന്നത് നിർത്തുന്നില്ല. മൃഗങ്ങളെയും പിടിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇവർ തന്നെ വീടിനുള്ളിൽ വെച്ചുണ്ടാക്കുന്ന പച്ചക്കറിയും കഴിക്കുന്നുണ്ട്. ഭൂമിയെ ആകെ വലിയ പ്രശ്നത്തിലാക്കിയ ആ ക്രീച്ചേഴ്സ് എത്ര കാലം ഇവിടെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങളൊക്കെ മാറി എന്നത് നോർമൽ ആകുമെന്നും അറിയില്ല. അവരിനി ഇപ്പം എത്ര കാലം ഇവിടെ ഉണ്ടായാലും തങ്ങൾ സർവൈവ് ചെയ്തിരിക്കും എന്ന് തീരുമാനിച്ചുറപ്പിച്ച് തുടർച്ചയായി ഇങ്ങനെ ഇവർക്ക് വീണ് കിട്ടിയ ആ ഒരു ഭാഗ്യം ഉപയോഗിച്ച് ഇവരിങ്ങനെ സർവൈവ് ചെയ്തു പോവാണ്. ഭാഗ്യം തന്നെയാണല്ലോ. ഇവരുടെ വീടിന്റെ ചിമ്മിനി പൊളിഞ്ഞു വീണത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സാധ്യമാകുന്നത്. എന്റർടൈൻമെന്റ് ആയിട്ട് സിനിമകൾ കാണും, പാട്ട് കേൾക്കും, ഒരേ സിനിമ വീണ്ടും കാണും. അതിജീവിക്കേണ്ട ഈ സാഹചര്യത്തിൽ കൂടുതൽ ഓപ്ഷൻസ് ഒന്നുമില്ലല്ലോ. ഉള്ളത് വെച്ച് മുന്നോട്ട് പോകെ അധികം താമസിയാതെ കറണ്ട് കട്ടാവുന്നുണ്ട്. പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഇതിനെയും സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടെത്തുക തന്നെ. അങ്ങനെ 3-4 മാസങ്ങളല്ല 5 വർഷം ഇവർ ഈ വീടിനുള്ളിൽ തന്നെ ചിലവഴിച്ചു. വീടിനുള്ളിൽ വളർന്നു വലുതായ ചെടികൾ തുടർച്ചയായി ഇപ്പോഴും മൃഗങ്ങളെ വേട്ടയാടുന്നു. ആദ്യ നാളുകളിൽ ചെയ്തിരുന്ന പോലെ തന്നെ എന്റർടൈൻമെന്റും മറ്റു കാര്യങ്ങളുമൊക്കെ ആ ഒരു രീതിയിൽ തന്നെ തുടർന്നു പോകുന്നു. എന്തെങ്കിലും ഒരിക്കൽ എല്ലാം നോർമൽ ആകുമെന്നുള്ള പ്രതീക്ഷ മാത്രമാണ്. ഒരുപക്ഷെ റിയാലിറ്റിയിൽ ഇനി ലോകം മുന്നോട്ട് ഇങ്ങനെ തന്നെ ആയി പോയെങ്കിലോ? സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആരും തന്നെ ഈ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യത്തില്ല. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലും ഒരു വാതിൽ തുറക്കും. ഇവരുടെ വീടിന്റെ വാതിലും തുറക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ പോകുന്നു. പുറം ലോകം മൊത്തം കാട് പിടിച്ചു. മൃഗങ്ങൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ വേട്ടയാടുന്നതിൽ ഇവർക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. ഏതെങ്കിലുമൊക്കെ മൃഗം കറങ്ങിത്തിരിഞ്ഞ് അവിടെ വരും. ഇവരതിനെ വേട്ടയാടി പിടിച്ച് ആഹാരമാക്കും. മഴ പെയ്യാൻ തുടങ്ങിയാൽ മൃഗങ്ങളെല്ലാം പോയി ഒളിക്കും. ഇവരവിടെ ജനലുകളും വെന്റുകളും എല്ലാം കർട്ടൻ ഉപയോഗിച്ച് മൂടും. പുറത്ത് കറങ്ങി നടക്കുന്ന ആ മോൺസ്ട്രസ് ജീവികൾ ഇവരെ കണ്ടാൽ അപകടമാണ്. അത് വീട് പൊളിച്ചകത്ത് വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ പോകെ ഇദ്ദേഹത്തിന്റെ മകനും ഇദ്ദേഹവും തമ്മിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ ടീനേജ് പ്രായത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ അടഞ്ഞു കിടക്കുമ്പോൾ അവൻ അതിൻ്റെതായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇവർ സർവൈവ് ചെയ്തതിന്റെ പ്രധാന റീസൺ ജേസൺ ആണ്. ജേസന്റെ ഐഡിയാസും വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാത്തതും മാത്രമാണ് ഇവരെ ഇവിടെ വരെ എത്തിച്ചതെന്ന് പറയാം. എന്നാൽ ഇതൊന്നും കാര്യമായി എടുക്കാതെയുള്ള പയ്യന്റെ പെരുമാറ്റം പലപ്പോഴും ഇവർ തമ്മിൽ തർക്കങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ഒരിക്കൽ മഴ പെയ്തപ്പോൾ ഇവരുടെ വീടിന്റെ വാതിൽ തുറന്നു വന്നു. കഴിഞ്ഞ 5 വർഷമായി സംഭവിക്കാത്തത് ഇപ്പൊ സംഭവിച്ചു. ഇതിലൂടെ ഇവർക്ക് രക്ഷപ്പെടാം എന്നൊന്നും പ്രതീക്ഷിക്കാൻ വരണ്ട. ആ ഒരു മോൺസ്റ്റർ ഉള്ളിൽ വരാൻ വേണ്ടിയാണ് വാതിൽ ഇപ്പോൾ തുറന്നത്. കാഴ്ചയിൽ ഏതാണ്ട് ഒക്ടോപ്പസിനെ പോലെ ഇരിക്കുന്ന, നിവർന്നു നിന്നാൽ ഒരു 6 അടി 7 അടി ഉയരം വരുന്ന ഒരു ബീയിങ്. നമ്മുടെ ജേസണും കുടുംബവും ഈ ക്രീച്ചറിന്റെ കണ്ണിൽ പെടാതെ ഒളിച്ചിരുന്നു. ഒരു നിമിഷം ആൻ പിടിക്കപ്പെട്ടു എന്ന് കരുതിപ്പോയി. അവളുടെ തൊട്ടടുത്ത് വരെ ആ ക്രീച്ചർ വന്നെങ്കിലും അവളെ അത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അവൾ അവിടെ ശബ്ദമുണ്ടാക്കാതിരുന്നത് കൊണ്ട് മാറിപ്പോയി. ഇവർ വീടിനുള്ളിൽ കൃഷി ചെയ്യുന്നതും വെള്ളം ശേഖരിച്ചു വെക്കുന്നതും ഒക്കെ മനസ്സിലാക്കി അതെല്ലാം നശിപ്പിച്ചിട്ടാണ് ആ ക്രീച്ചർ പുറത്തു പോകുന്നത്. അതിന്റെ ഫംഗസ് ഒക്കെ ഉപയോഗിച്ച് കൃഷി മുഴുവൻ നശിപ്പിച്ചു. വെള്ളവും അതുപോലെ തന്നെ നശിപ്പിച്ചു. ഇനി ഇവർക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ആ ക്രീച്ചർ പുറത്തിറങ്ങി വാതിലടയുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ ഹീറോയുടെ മകൻ പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപകടം മനസ്സിലാക്കി ഹീറോയും ആനും ഒക്കെ അവനെ തടഞ്ഞു നിർത്തുകയും അപ്പോഴേക്കും വാതിലടയുകയും ചെയ്തു. ശേഷം അടുത്ത ദിവസം ഹീറോയുടെ മകൾ റൂത്ത് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അച്ഛന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നലെ വീടിനുള്ളിൽ വന്ന ക്രീച്ചർ അത് പണ്ട് ഫോക്ലോർ കഥകളിലൊക്കെ പറയപ്പെട്ടിരുന്ന പോലെ ക്രാക്കൻ പോലെ ഒരു ബീയിങ് ആയിരിക്കാം എന്നാണ് പറയുന്നത്. ഇവർ കരുതിയ പോലെ ഏലിയൻസ് ആവില്ല. ഏലിയൻസ് ഭൂമിയിൽ വന്ന് ഇവരെ ലോക്ക് ചെയ്തിട്ടതാവില്ല. ഒരുപക്ഷെ കടലിനടിയിലുണ്ടായിരുന്ന ഇതുവരെ മനുഷ്യൻ എക്സ്പ്ലോർ
ചെയ്തിട്ടില്ലാത്ത കടലിന്റെ ആഴങ്ങളിൽ ജീവിച്ചിരുന്ന ബീയിങ്സ് പുറത്തു വന്നതാവാം. അതുകൊണ്ടായിരിക്കാം അവർക്ക് മഴയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. മിത്ത് എന്ന് കരുതിയിരുന്ന ആ കഥകളിലെ ബീയിങ്സ് അവരുടെ ശക്തികൾ ഉപയോഗിച്ച് ഭൂമിയെ കൺട്രോളിലാക്കാൻ ശ്രമിക്കുന്നതാവാം എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഭൂമി അവരുടെ പ്ലാനറ്റാണ്. അവരുടെ പ്ലാനറ്റ് റീഗെയിൻ ചെയ്യാൻ അവർ ശ്രമിക്കുന്നതാവാമെന്നാണ് റൂത്ത് പറയുന്നത്. റൂത്ത് പറയുന്നത് പോലെ തന്നെ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും ഇവളുടെ അച്ഛൻ ഇത് സമ്മതിക്കുന്നില്ല. ജേസൺ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്, ഒരു ദിവസം ഇതെല്ലാം അവസാനിക്കും, ഇവർക്ക് ഇതിന് പുറത്തു വരാൻ പറ്റും. 5 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി എങ്ങനെയായിരുന്നു അതേപോലെ മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറും എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ പ്രതീക്ഷ. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോലും പ്രതീക്ഷയില്ല. കഴിഞ്ഞ ദിവസം ആ ബീയിങ് വന്ന് ഇവരുടെ പച്ചക്കറി എല്ലാം നശിപ്പിച്ച് കളഞ്ഞതോടെ അവളും ഇനിയിപ്പോൾ മുന്നോട്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥയിലാണ്. അത് പറഞ്ഞു തന്നെ രണ്ടുപേരും തമ്മിൽ തർക്കമാവുന്നുണ്ട്. ഇതിനിടെ പുറത്ത് ഇവർ സെറ്റ് ചെയ്തിരുന്ന ട്രാപ്പിൽ ഒരു ഫെരറ്റ് വന്ന് കുടുങ്ങി. അത് ചിമ്മിനി വഴി അകത്ത് വന്നപ്പോൾ നമ്മുടെ റൂത്ത് അതിനെ കയ്യിലെടുത്ത് പിടിച്ചു. കൊച്ചിനറിയില്ലല്ലോ ഇത് എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്ന ജീവിയാണെന്ന്. അത് റൂത്തിന്റെ കയ്യിൽ കടിച്ചു. കൊച്ചിന്റെ കരച്ചിൽ കേട്ട് ജേസൺ ഓടിച്ചെന്ന് കാര്യം മനസ്സിലാക്കി ആ ഫെരറ്റിനെ പിടിച്ച് അതിന്റെ കഴുത്തൊടിച്ച് കൊന്നുകളയുന്നുണ്ട്. എന്നാൽ റൂത്ത് ആ ജീവിയെ കയ്യിലെടുക്കാൻ പോയത് വലിയ പ്രശ്നമായി. അത് അവളെ കടിച്ചതുകൊണ്ട് അവൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. ആന്റിബയോട്ടിക്സ് എടുക്കണം, ഇല്ലെങ്കിൽ കൊച്ചിന്റെ ജീവൻ ആപത്താണ്. മര്യാദയ്ക്ക് ഫുഡ് പോലും കിട്ടാത്ത ഈ സമയത്ത് എവിടുന്ന് മരുന്ന് കിട്ടാനാണ്? മരുന്ന് കിട്ടിയില്ലെങ്കിൽ കൊച്ചു ജീവനോടെ ഉണ്ടാവത്തില്ല. ഇതെല്ലാം ഓർത്ത് ആകെ അങ്ങ് വിഷമിച്ച് ജെയ്സൺ കാറിൽ കയറി തുടർച്ചയായി ആ ഒരു ഡോറിൽ ഇടിച്ച് കാർ ഉപയോഗിച്ച് ഇടിച്ച് അത് പൊളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് വെറും ഒരു കഥയില്ലാത്ത അറ്റംപ്റ്റ് ആയിപ്പോയി. പ്രത്യേകിച്ച് ഇതുകൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടായില്ല. ഒരുമാതിരി പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഭ്രാന്ത് പിടിച്ചവനെ പോലെ വീടിനുള്ളിലുള്ള ക്രാക്സിലൂടെ കമ്പിയൊക്കെ കുത്തിയിറങ്ങി നോക്കുന്നതിനിടെയാണ് ഇവരുടെ വീട് സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഇദ്ദേഹം തിരിച്ചറിയുന്നത്. വീടിന്റെ പല ഭാഗങ്ങളിലും വന്നിട്ടുള്ള ക്രാക്കുകളാണ് ഇവർക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്നൊക്കെ പറഞ്ഞ് കമ്പിയൊക്കെ എടുത്തുകൊണ്ട് പോയി കണ്ടിടത്തൊക്കെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ആൻ കഷ്ടപ്പെട്ട് അവനെ പിടിച്ചു നിർത്തിയെങ്കിലും ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുന്നതിനിടെ സുവർ പൈപ്പ് പോകുന്ന വഴി അവൻ കണ്ടുപിടിച്ചു. ടോയ്ലറ്റിനടിയിലൂടെ ഇങ്ങനൊരു വഴിയുണ്ട്, ഈ വഴി പോയാൽ പുറത്തെത്താൻ സാധിക്കും. കുറഞ്ഞ പക്ഷം ഈ സുവർ പൈപ്പ്സ് എങ്ങോട്ടൊക്കെ കണക്ട് ആവുന്നോ ആ വഴിയൊക്കെ എത്താൻ പറ്റും. ഇതുവഴി ഇവരുടെ നെയ്ബറായിരുന്ന മാക്സിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റും. അദ്ദേഹം മുമ്പ് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ബോർഡിൽ എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓർക്കുന്നില്ലേ? ആളൊരു ഡെന്റിസ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ ആളുടെ പക്കൽ മരുന്നുണ്ടാവും, ആന്റിബയോട്ടിക്സ് ഉണ്ടാവും. അതായത് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇതുവഴി ഇറങ്ങി അങ്ങ് അവരുടെ വീട്ടിലെത്തി അവിടുന്ന് ആന്റിബയോട്ടിക്സ് കളക്ട് ചെയ്തുകൊണ്ട് വരണം. താഴേക്ക് ഇറങ്ങേണ്ട വഴി കുറച്ച് നാരോ ആയതുകൊണ്ട് നമ്മുടെ ആനിന് മാത്രമേ ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. റിസ്ക് ഉണ്ട്, അപകടം പിടിച്ച പണിയാണ്. എങ്കിലും മറ്റു വഴിയില്ലാത്തത് കൊണ്ട് ജേസണും അതിനെ സമ്മതിച്ചു. അങ്ങനെ ഇവരുടെ പക്കലുള്ള ലൈറ്റ്സും ക്യാമറാസും ഒക്കെ അറേഞ്ച് ചെയ്ത് ബാറ്ററി ഒക്കെ ഇട്ട് കണക്ട് ചെയ്ത് സ്വീവേജ് ലൈനിലൂടെ അവൾ നേരെ മാക്സിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഒരു പോയിന്റിൽ കണക്ഷൻ പോയി ഒന്ന് പാനിക് ആയെങ്കിലും പുള്ളിക്കാരിക്ക് കൃത്യമായി മാക്സിന്റെ വീട്ടിലെത്താൻ സാധിച്ചു. അവിടെ അവരുടെ ശരീരം അഴുകി കിടക്കുന്നതൊക്കെ കാണാം. മാത്രമല്ല വീട് മുഴുവൻ ഒത്തിരി നാളായിട്ട് വെള്ളം കയറി നശിച്ചു കിടക്കുന്ന അവസ്ഥ. കടൽ വെള്ളം കയറിയ പോലെയുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. അവൾ ആ വീട്ടിൽ ഇങ്ങനെ തിരയുന്ന കൂട്ടത്തിൽ തന്നെ അവിടെ ഒരു ക്രീച്ചർ ചലിക്കുന്നു നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. തിരച്ചിലിനൊടുവിൽ ഞാൻ ആന്റിബയോട്ടിക്സ് കണ്ടെത്തി. എന്നാൽ ഇവളുടെ ശബ്ദം കേട്ട് ഒരു ക്രീച്ചർ അവൾക്ക് നേരെ വരുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാതെ പുള്ളിക്കാരി അവിടെ ഒളിച്ചു നിന്ന് പതിയെ വീടിന്റെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി അവിടുന്ന് സീവേജ് പൈപ്പ് വഴി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ദേ വെള്ളത്തിലൊരെണ്ണം എങ്ങനെയോ കഷ്ടപ്പെട്ട ഒരു വിധത്തിൽ അതിനെയും തള്ളി മാറ്റി പുറത്തു വന്നപ്പോൾ ദേ അടുത്തത് ഇവരുടെ ബാത്റൂമിന്റെ അവിടേക്ക് കണക്ട് ആവുന്ന സീവേജ് പൈപ്പിന് തൊട്ടു താഴെ. ആൻഡ് ജേസന്റെ ഗണ്ണ് ഉപയോഗിച്ച് അതിന് നേരെ വെടിവെക്കുന്നുണ്ട്. കൃത്യസമയത്ത് നമ്മുടെ ജേസൺ ആക്ട് ചെയ്ത് അവളെ വലിച്ച് മുകളിലെടുത്തിട്ട് സൈഡിലെ ഭിത്തി അടിച്ച് പൊട്ടിച്ച് ആ ഒരു ഗ്യാപ്പ് അങ്ങ് മൂടി. റൂത്തിന് മരുന്ന് കൊടുത്തു. പതിയെ അവളുടെ അവസ്ഥ ഭേദമാവുന്നു. ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ മകൻ ഗ്രഹാം പറയുന്നത് ഇനിയും ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. മഴ വരുമ്പോൾ കേർട്ടൻ അടച്ച് അവരിൽ നിന്ന് ഒളിച്ചൊളിച്ച് എത്ര കാലം ജീവിക്കാൻ പറ്റും? ഇത്രയൊക്കെ ആയില്ലേ, ഇനിയും കിട്ടുന്ന ഒരു ചാൻസ് എങ്കിൽ ഒരു ചാൻസ് അതിൽ രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്നാണ്. ആന്റെയും അഭിപ്രായം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവരുടെ എല്ലാം സേഫ്റ്റി നോക്കി ഇത്രയും കാലം ജേസൺ ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്തെങ്കിലും ഇനിയൊരു അവസരം ഉണ്ടാക്കി ആ ഒരു ക്രീച്ചറിനെ വീടിനകത്ത് വരാൻ അനുവദിച്ച് അതിനെ ട്രാപ്പ് ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് അദ്ദേഹം തീരുമാനിക്കുവാണ്. അങ്ങനെ ക്രീച്ചറിനെ ട്രാപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് മഴ വന്നപ്പോൾ ഇത്തവണ ജനാലകളൊന്നും മൂടിയില്ല, കേർട്ടൻ വെച്ച് മറച്ചില്ല. തങ്ങൾ ഇവിടെ വീടിനകത്ത് ജീവിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ചിമ്മിനിയിൽ നിന്നും പൈപ്പുകളിൽ നിന്നുമൊക്കെ വെള്ളം ഇരച്ച് വീടിനകത്തേക്ക് കയറി. വീട് പാർഷ്യലി വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. ഇനിയും വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു. ഓൾറെഡി ഇവർക്ക് പിന്നാലെ ക്രീച്ചർ വരുന്നുണ്ട്. ഇതേ അവസ്ഥ തുടർന്നാൽ അധികം താമസിയാതെ വീട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഇങ്ങനെ വെള്ളം ഇടിച്ചു കയറി വരുമെന്നുള്ളത് ഇവരുടെ പ്ലാനിൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഇവരൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടിയെങ്കിലും ഏതാണ്ട് ഉദ്ദേശിച്ച പോലെയൊക്കെ നടത്തിയെടുത്ത് ആ ഒരു ക്രീച്ചറിനെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ജേസൺ അതിന്റെ കണ്ണിന് നേരെ കത്തി കാട്ടി അതിനോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് വാതിൽ തുറക്കാൻ തയ്യാറാവുന്നില്ല. ഇതിനെ കൊന്നുകളഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യവും റൂത്ത് വിളിച്ചു പറയുന്നുണ്ട്. ഉടനെ ആദ്യം മുതലേ നമ്മുടെ റൂത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ജേസൺ ഓർത്തെടുത്തു. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം മഴയാണെന്ന് ആദ്യം പറഞ്ഞത് റൂത്താണ്. അതേപോലെ തന്നെ ഈ മഴയത്ത് ഒരു ക്രീച്ചറിനെ കണ്ടുവെന്ന് അവൾ പറഞ്ഞിരുന്നു. അതിന്റെ ഉദ്ദേശം ആക്രമിക്കുകയല്ല, തങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഇത് അവരുടെയും കൂടെ വീടാണ് എന്നൊക്കെ അവൾ പറഞ്ഞിരുന്നല്ലോ. ഇതെല്ലാം ആലോചിക്കുന്ന നമ്മുടെ ഹീറോ ആ ക്രീച്ചറിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം അതിന്റെ കെട്ടറുത്ത് വിടുവാണ്. കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടതോടെ ക്രീച്ചർ ഇവരെ ആക്രമിക്കുമെന്ന് കരുതിയെങ്കിൽ അങ്ങനെയല്ല. ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനും മനസ്സിലായ പോലെ ഇവർ ആഗ്രഹിക്കുന്ന പോലെ വാതിൽ തുറന്നു കൊടുത്തു. 4 ആളും ഓടി പുറത്തിറങ്ങി. ഇതിനെപ്പോലെയുള്ള മറ്റ് ക്രീച്ചേഴ്സ് ഇവർക്ക് നേരെ ആക്രോശിച്ച് വരുന്നുണ്ടെങ്കിലും ഇവരെ രക്ഷപ്പെടാൻ അനുവദിച്ച ക്രീച്ചർ വീട്ടിൽ നിന്ന് പുറത്തു വന്ന് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ എങ്ങോട്ടോ വിളിച്ചുകൊണ്ട് പോയി. ആൻഡ് ഫൈനലി നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും മക്കൾ
കുട്ടികൾക്കും ഒക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുവാണ്. ഇവരുടെ വീട് മുഴുവനായി ഇടിഞ്ഞു താഴേക്ക് പോകുന്നുണ്ട്. അതായിരുന്നു ആ ജീവികൾക്ക് വേണ്ടിയിരുന്നത്. ഏതായാലും ഇതോടുകൂടി ഇവരുടെ മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറുവാണ്. ആ ജീവികൾ പിന്നീട് ഇവർക്ക് തടസ്സമായി വരുന്നില്ല. 4 ആളും ഒരു ബോട്ടിൽ, കസീഡി എന്ന് ഇവർ പേരിട്ടിരിക്കുന്ന ഒരു ബോട്ടിൽ ഇവിടുന്ന് മറ്റൊരു വീട് അന്വേഷിച്ചു പോവാണ്. ഈ ഭൂമി തങ്ങളുടെ മാത്രം വീടല്ല, അവരുടെയും കൂടി വീടാണ് എന്നുള്ള തിരിച്ചറിവാണ് അവസാനം ഉണ്ടാവുന്നത്. അവസാന നിമിഷം ആ ക്രീച്ചറിനെ രക്ഷപ്പെടുത്താൻ, അതിനെ ആ ട്രാപ്പിൽ നിന്ന് വിടുവിക്കാൻ കാണിച്ച ഒരു കരുണ, അത് കാരണം ആ ക്രീച്ചർ ഇവരോടും തിരിച്ച് കരുണ കാണിച്ചു, ഇവരെയും രക്ഷപ്പെടാൻ അനുവദിച്ചു. അങ്ങനെ പുതിയൊരു ഹോം തേടി പോകുന്ന ഇവർ റേഡിയോ ത്രൂ മറ്റാരെങ്കിലും എവിടെയെങ്കിലും സർവൈവേഴ്സ് ഉണ്ടോ എന്നറിയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്ന് മറ്റേതോ കോണിൽ നിന്ന് ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഇങ്ങനെയാണ്, പെട്ടെന്ന് കൊണ്ടങ്ങ് അവസാനിപ്പിക്കുകയാണ്. എന്ത് ഏത് എന്നുള്ള വ്യക്തമായ ക്ലാരിറ്റി ഒന്നും തരുന്നില്ല. എന്നാൽ ഇവരുടെ ഫാമിലിയും ഒരുമിച്ചുള്ള പ്രയത്നവും ആ ഒരു ടുഗദർനെസ്സും സർവൈവ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റും പുതിയ വഴികൾ കണ്ടെത്തിയതും അതിജീവിക്കാൻ വേണ്ടിയാണെങ്കിലും മനുഷ്യന്റെ ചിന്താരീതിയും മറ്റ് ജീവചരാചരങ്ങളെ അവർ എന്തിനുപയോഗിക്കുന്നു എന്നൊക്കെ കാണിച്ചു തന്നില്ലേ. അതേപോലൊക്കെ തന്നെ മനുഷ്യനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സുപ്പീരിയർ ബീയിങ് മനുഷ്യനെയും അത്തരത്തിൽ കണ്ടു. മേ ബി നെക്സ്റ്റ് പാർട്ട് ഉണ്ടായേക്കാം. ആ ഒരു രീതിയിലാണ് സിനിമ അവസാനിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ്, അതുകൊണ്ട് ഇക്കാര്യങ്ങളൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പിന്നെ ഡീപ്പർ ആയിട്ടുള്ള മീനിങ്സും തീംസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിലേക്കൊക്കെ പോകണമെന്നുള്ളത് വരുന്ന അപ്ഡേറ്റ് വെച്ച് നമുക്ക് തീരുമാനിക്കാം. ഈവൻ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം. ഇതുവരെ ഈ ഒരു കഥ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്റ്റോറിയുടെ കാര്യം മറക്കണ്ട, ഒന്ന് ചെക്ക് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള കൂടുതൽ സിനിമകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. ടേക്ക് കെയർ.